ഹലോ, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നമ്മൾ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് ക്ലാസ് ആൻഡ് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ കുറെ ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇപ്പൊ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അപ്പിയറൻസ് ഓഫ് റൈറ്റിങ്ങും അതേപോലെ തന്നെ മാനർ ഓഫ് കൺസ്ട്രക്ഷനുമാണ് ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പിയറൻസ് ഓഫ് റൈറ്റിംഗ് എന്താണ്? ഞാനിപ്പം എന്നുള്ള അക്ഷരം ഇങ്ങനെയാണ് എഴുതുന്നത്, ചിലവർ ഇങ്ങനെ എഴുതും, വേറെ ആൾക്കാർ ഇങ്ങനെ എഴുതും, അല്ലെ? ഇതെന്താണ്? നമുക്ക് അപ്പിയർ ചെയ്യുന്ന രീതിയാണ്. ഇനി അടുത്ത് അതാണ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മാനർ ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. മാനർ ഓഫ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? ഏന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നത് എല്ലാവരും ഒരേ രീതിയിലാണ്, പക്ഷെ അതിന്റെ അപ്പിയറൻസിൽ വ്യത്യാസമാക്കുന്ന അവർ എഴുതുന്ന സ്റ്റൈൽ, അല്ലെ? ഇപ്പൊ ചിലവർ ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, അല്ലെ? ചിലവർ റിവേഴ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം കേട്ടോ. ഇതാണ് മാനർ ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്ന രീതി. ഇനി എന്താണ് ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ്? അതായത് റൈറ്റിംഗ് ഫീച്ചേഴ്സ് ദാറ്റ് ഇസ് കോമൺ ടു എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ പോപ്പുലേഷന് കോമൺ ആയിട്ട് കാണുന്ന ഫീച്ചേഴ്സ് ആണ് ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ കോമൺ പാറ്റേൺ ഓഫ് ഹാൻഡ് റൈറ്റിംഗ്, ലെറ്റേഴ്സ് ആൻഡ് ദിയർ ഷേപ്പ് വിച്ച് ആർ ലിമിറ്റഡ് ടു എ ഗ്രൂപ്പ്, ഏജ് ഓർ ലാംഗ്വേജ്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, LKG നിന്നാണ് നമ്മൾ ആൽഫബറ്റ്സ് എഴുതാൻ പഠിക്കുന്നത്, അല്ലെ? നമ്മൾ 4 ലൈൻ ബുക്കിലാണ് എഴുതാൻ പഠിക്കുന്നത്. എല്ലാവരും ഒരേ രീതിയിലായിരിക്കും പഠിക്കുന്നുണ്ടാവും, അല്ലെ? 4 ലൈൻ ബുക്കിൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, അല്ലെ? ഇതെന്താണ്? എല്ലാവരും ഒരേ രീതിയിലാണ് പഠിക്കുന്നത്, അല്ലെ? വേറെ രീതിയിലല്ല പഠിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എന്ന് എഴുതാൻ പഠിക്കുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ് ഉദ്ദേശിക്കുന്നത്. എ മോഡൽ ദാറ്റ് ഇസ് തോട്ട് എ മോഡൽ that is taught to us when we learn the writing process, which is almost similar to a class of people, like kids in school of a particular region. അതായത് നേരത്തെ രണ്ടാമത്തെ പോയിന്റ് ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ്. അതായത് ഏതെങ്കിലും അക്ഷരം നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെറുപ്പത്തിൽ പഠിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയാലും, അതിപ്പം ഒരു ഏജ്, ഒന്നാം വയസ്സിലല്ല, 6-ാം വയസ്സിലാണ് നമ്മളിപ്പം ഈ ആൽഫബറ്റ്സിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും ഈ വയസ്സിലായിരിക്കും പഠിക്കുന്നുണ്ടാവും, അല്ലേ? അതെന്താണ്? ഒരു ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മനസ്സിലായോ? ഇപ്പം മൂവ്മെന്റ്, എക്സാമ്പിൾ പറഞ്ഞ മൂവ്മെന്റ്, അല്ലെ? മൂവ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളിപ്പം ഹാൻഡ് കൊണ്ട്, ബെയർ ഹാൻഡ് കൊണ്ട് എഴുതുന്നവരുണ്ടാവും, ഫിംഗർ മാത്രം യൂസ് ചെയ്യുന്ന എഴുതുന്നുണ്ടാവും, അല്ലെ? കംപ്ലീറ്റ് ഹാൻഡ് എടുക്കുന്നവരുണ്ടാവും. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെയാണ് മാർജിന്റെ കേസും. ഇപ്പം ഈ മാർജിന്റെ കേസ് വരുമ്പം കുറെ പേര് ലെഫ്റ്റ് അടുപ്പിച്ച് ചെയ്യുന്നവരുണ്ട്, അല്ലെ? റൈറ്റ് അടുപ്പിച്ച് ചെയ്യുന്നവരുണ്ട്, സെൻട്രലൈസ്ഡ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെ? ഒരു ബോർഡിന് സെൻട്രലൈസ് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെയാണ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇനി അടുത്തത് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ക്ലാസിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് occurs when a letter departs from its usual copybook form. അതായത് ഒരു ഇൻഡിവിജ്വലിന് മാത്രം അവകാശപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്, അല്ലെ? പക്ഷെ എല്ലാവരും ഇങ്ങനെ എഴുതണമെന്നില്ല. ചിലവരെ ഇങ്ങനെ എഴുതാം. ഇതൊക്കെ എന്താണ്? ഒരു കോമൺ ആയിട്ട് ആൾക്കാർ കാണുന്ന ഒരു ഫീച്ചർ അല്ലേ? ഇൻഡിവിജ്വൽ മാത്രം എഴുതുന്ന കാര്യങ്ങളാണ്, അല്ലെ? കുറെ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒക്കെ കൊടുത്ത് നല്ല സ്റ്റൈലായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്, അല്ലെ? അതൊക്കെ ഇൻഡിവിജ്വലിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതാണ് ദീസ് എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബേസിസ് ഓഫ് ഓൾ ഹാൻഡ് റൈറ്റിംഗ് ഐഡന്റിഫിക്കേഷൻ, അല്ലെ? ആൽബർട്ട് ഓസ്മൻ പറഞ്ഞ കാര്യം, യൂണീക്നെസ് ആണ് ഒരു ഇൻഡിവിജ്വലിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെ? റൈറ്റിംഗ് ഹാബിറ്റ്സ്, ദോസ് പർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് റൈറ്റിംഗ് ദാറ്റ് ആർ പെക്യുലർ ടു എ സ്പെസിഫിക് റൈറ്റർ. കണ്ടോ? ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതാണത്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് എഴുതാൻ പറ്റിയ കാര്യമല്ല. എക്സാമ്പിൾ ആണ് പെൻ പോസ്. പെൻ പോസ് ഉദ്ദേശിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പൊ ഞാൻ ആപ്പിൾ എന്ന് എഴുതി, ഓക്കെ. ചിലവരെന്ത് ചെയ്യും? PP കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഇടും, എന്നിട്ടായിരിക്കും LE എഴുതാം. മനസ്സിലായോ? ചിലവരെന്താ L കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഇടും. ഇവിടെയൊക്കെ പെൻ പോസ് വന്നുകൊണ്ട്, അതായത് പെന്ന് നമ്മളൊന്ന് നിർത്തി വെച്ചു അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തു. ഇതാണ് പെൻ പോസ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. എംബലിഷ്മെന്റ് എന്ന് പറയുന്നത് പിക്ടോറിയൽ എഫക്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന സ്റ്റൈൽ, അതാണ് എംബലിഷ്മെന്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി എന്തൊക്കെയാണ് ക്ലാസ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ കേസാണ് പിക്ടോറിയൽ എഫക്ട്. പിക്ടോറിയൽ എഫക്ട് എന്താണ്? ജനറൽ അപ്പിയറൻസ് ഓഫ് റൈറ്റ്, അല്ലെ? ഇപ്പൊ നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട്,
അല്ലേ? വൃത്തികെട്ട രീതിയിൽ എഴുതുന്നവരുണ്ട്. ഇതെന്താണ്? കുറച്ചും കൂടി പിക്ചറൽ എഫക്റ്റ് കൂടിയതും പിക്ചറൽ എഫക്റ്റ് കുറഞ്ഞ റൈറ്റിംഗ്സ് ആണ് ഇതൊക്കെ. കണ്ടോ? ഈ പറഞ്ഞ ലോങ് എഴുതിയ സ്റ്റൈൽ നോക്ക്. കണ്ടോ? ഇതൊക്കെ വേറെ വേറെ പിക്ചറൽ എഫക്റ്റ് ആണ് അല്ലെ? ജനറൽ അപ്പിയറൻസ് ഓഫ് ദിയർ റൈറ്റിംഗ് സ്കില്ലാണ്. കണ്ടോ? ലിറ്റിൽ ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയും. ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ കാര്യമില്ല, കാരണം അതുകൊണ്ടാണ് ഡയറക്റ്റ് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതിന് ശേഷം വരുന്നതാണ് മാർജിൻസ്. നോക്കി ഇവിടെ ലെഫ്റ്റ് അടുപ്പിച്ച് ചെയ്യുന്നവരുണ്ട്. കണ്ടോ? ലെഫ്റ്റിൽ നിന്ന് കുറച്ച് വിട്ടുമാറി ചെയ്യുന്നവരുണ്ട്. അതായത് നമ്മൾ ബോർഡറിന് അടുപ്പിച്ച് ചെയ്യുന്നതാണ് മാർജിൻ എന്ന് പറയുന്നത് അല്ലേ? നമ്മളൊരു ബോർഡർ അടുപ്പിച്ച് നമ്മളൊരു ഇമാജിനറി ബോർഡർ എന്ന് വേണം നമുക്ക് വിളിക്കാം. കണ്ടോ? സെൻട്രലൈസ്ഡ് ചെയ്യുന്നവരുണ്ട്, സെൻട്രലൈസ്ഡ്. പിന്നെന്താണ്? റൈറ്റോട് അടുപ്പിച്ച് ചെയ്യുന്നുണ്ട്, ഡൗൺവേർഡ് മോഷനിൽ. കണ്ടോ? ലെഫ്റ്റ് റൈറ്റ് ഡൗൺവേർഡ്. ഓരോ സ്റ്റൈലാണ്. കെർവ്ഡ്. ഇതൊക്കെ എന്താണ്? ഓരോ സ്റ്റൈലാണ്. ഇതൊക്കെ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രം ഉണ്ടാവുന്ന ആളാണ്, ഇൻഡിവിജ്വൽ അല്ല, ഗ്രൂപ്പ് ഓഫ് ആണ്. ഇനി അടുത്തത് മൂവ്മെന്റ്. എന്തൊക്കെയാണ് മൂവ്മെന്റ് ഉള്ളത്? ഒന്നാമത്തത് ഫിംഗർ മൂവ്മെന്റ്. മൂവ്മെന്റ് ഉദ്ദേശിച്ചത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഹാൻഡ്, നമ്മളെ റൈറ്റിംഗ് ബെയർ ഹാൻഡ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നുള്ളതാണ്. ഒന്ന് ഫിംഗർ മൂവ്മെന്റ്, അതായത് ഫിംഗർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഫിംഗർ മൂവ്മെന്റ്. അതായത് റിസ്റ്റോ ആമോ ഒന്നും എൽബോയോ ഒന്നും സർഫസിൽ ടച്ച് ചെയ്യുന്നില്ല. റിസ്റ്റ് മൂവ്മെന്റ് ആണെങ്കിലും ഫിംഗറും ഉണ്ടാവാം, റിസ്റ്റും ഉണ്ടാവാം, അല്ലെങ്കിൽ റിസ്റ്റ് മാത്രമായിരിക്കാം. ഹോള മൂവ്മെന്റ് ആണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? ഇവിടെ കണ്ടോ? റിസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്, ആം ടച്ച് ചെയ്തിട്ടുണ്ട്, ഫിംഗറും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ ആമിലായിരിക്കും. ഹോൾ ഹാൻഡ് ആണെങ്കിലോ, അതായത് നമ്മളെ റിസ്റ്റ് ഒരിക്കലും സർഫസ് ടച്ച് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വൈറ്റ് ബോർഡിലൊക്കെ എഴുതുമ്പോൾ അധികവും ഹോൾ ഹാൻഡ് യൂസ് ചെയ്തിട്ട് എഴുതാറ് അല്ലേ? അത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളെ റിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ബോർഡിൽ ടച്ച് ചെയ്യുന്നില്ല. നമ്മൾ നോട്ട്ബുക്കിൽ എഴുതുന്ന പോലെയല്ല നമ്മളൊരു വൈറ്റ് ബോർഡിൽ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നത്. അതാണ് മൂവ്മെന്റിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് ലൈൻ ക്വാളിറ്റി. ലൈൻ ക്വാളിറ്റി ഉദ്ദേശിക്കുന്നത് സ്മൂത്തി ആണോ ഷേക്കി ആണോ എന്നുള്ളതാണ് അല്ലേ? അതായത് ആൻ ആപ്പിൾ എന്നൊരു കാര്യം ഞാൻ എഴുതി. ചിലത് കണ്ടോ? ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കണ്ടോ? ഇതിൽ ഏതാണ് സ്മൂത്ത് ഏതാ ഷേക്കി? ഇത് സ്മൂത്തും ഇത് കുറച്ച് ഷേക്കി ആണല്ലേ? കണ്ടോ? ഇതാണ് ലൈൻ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ലൈനിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പിക്ചോറിയൽ എഫക്റ്റ് കൂട്ടുന്ന സാധനമാണ് ഈ ലൈൻ ക്വാളിറ്റി അല്ലേ? ഇതിപ്പം ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി നേരത്തെ പറഞ്ഞ പിക്ചോറിയൽ എഫക്റ്റ് കൂടിയതാണ് ഈ ഫസ്റ്റ് കാണുന്ന പിക്ചർ അല്ലെ? അതാണ് ലൈൻ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്പീഡ്. എന്താണ് സ്പീഡ്? ഒന്നുമില്ല, ഒരാൾ പതുക്കെയാണോ അതോ മീഡിയം ഫാസ്റ്റിലാണോ എഴുതുന്നത്, അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് അതിന്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് സ്കില്ല്. ഇനി സ്കില്ല് എന്ന് പറയുന്നത് എന്താണ്? സ്കില്ല് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം, ഞാനിപ്പം സ്ഥിരമായിട്ട് ആപ്പിൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? വേറെ യൂസ് ചെയ്യാം, ബോൾ യൂസ് ചെയ്യാം അല്ലേ? ബോൾ, ബോൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാണ്. ഇതിലേതാണ് കുറച്ചും കൂടി സ്കില്ലായിട്ട് സ്കില്ല് തോന്നിക്കുന്നത്? രണ്ടാമത്തെ പിക്കാണ് അല്ലെ? അതായത് സ്കില്ലൊക്കെ എന്താണ്? പിക്ചോറൽ എഫക്റ്റ് കൂട്ടുന്നതാണ്. ഇപ്പം ഇത് കണ്ടോ? ഹൈ സ്കിൽ ലെവലിലെ ആൾക്കാർ എന്താണ് നല്ല മനോഹരമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ? അതായത് പിക്ചോറൽ എഫക്റ്റ് കൂട്ടുന്ന ഫാക്ടേഴ്സ് ആണ് ഇതൊക്കെ. പക്ഷെ അതൊരു ക്ലാസ് ഫീച്ചേഴ്സും കൂടിയാണ്. ഇനി അടുത്ത ലോ സ്കില്ലാണെങ്കിലോ പിക്ചോറൽ എഫക്റ്റ് പുവർ ആണ് അല്ലെ? കാണാനൊരു ഭംഗിയില്ല അല്ലെ? അതാണ്. അതായത് ഇപ്പം സ്കില്ലിനെ എഫക്ട് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്, എഡ്യൂക്കേഷൻ അല്ലെ? ഇല്ലിട്രസി അങ്ങനത്തെ കാര്യങ്ങൾക്ക് സ്കില്ലിനെ എഫക്ട് ചെയ്യാം. അതേപോലെ തന്നെ ആർട്ടിസ്റ്റ് ആയ ആൾക്കാർക്ക് സ്കില്ല് കൂടുതലായിരിക്കും. ഓക്കെ. ഇനി അടുത്തത് സ്റ്റൈല്. സ്റ്റൈൽ ഉദ്ദേശിക്കുന്നത് നമ്മളെ ലെറ്റർ എങ്ങനെ റൗണ്ടഡ് ആണോ പോയിന്റഡ് ആണോ എന്നുള്ളതാണ്. ഏതാ? എ സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട്, ഇനി നമുക്ക് ബി യൂസ് ചെയ്യാം. ബി. കണ്ടോ? ഇതൊക്കെയാണ് റൗണ്ട് ഓർ പോയിന്റ് ഓർ മിക്സഡ് ഉദ്ദേശിക്കുന്നത്. അതായത് ലെറ്ററിന്റെ സ്റ്റൈല് എങ്ങനെ നമ്മൾ എഴുതുന്നതെന്നുള്ളതാണ്. ഇതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഇത്ര സ്പീഡായിട്ട് പോകുന്നത്. അടുത്തത് അലൈൻമെന്റ് ആണ്. അലൈൻമെന്റ് എന്ന് പറയുന്നത് ഇമാജിനറി ലൈനിൽ നമ്മൾ എഴുതുന്നതാണ്. അതായത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ വരയിട്ട ബുക്കിൽ എഴുതുന്ന ആൾക്കാരാ, പക്ഷെ പിന്നീട് നമ്മൾ പ്ലെയിൻ ബുക്കിൽ എഴുതാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ? ആദ്യ പ്രാവശ്യമൊക്കെ എന്താണ് കുറച്ച് ഡൗൺവേർഡ് ആയിട്ടും അപ്വേർഡ് ആയിട്ടൊക്കെ തെറ്റാം അല്ലെ? കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരണമെന്നില്ല. പക്ഷെ പിന്നീട് നമ്മൾ എഴുതുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരും അല്ലെ? കാരണം നമുക്കൊരു ഇമാജിനറി ലൈൻ ഇമാജിൻ ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത് അല്ലെ?
അതായത് റൈറ്റിംഗ് ഇൻ റിലേഷൻ ടു അറേഞ്ച്മെന്റ് ഓഫ് ലെറ്റേഴ്സ് ഓർ വേർഡ്സ് എന്താണ് ടു ആൻ ആക്ച്വൽ ഇമാജിനറി ബേസ് ലൈൻ. അതാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ? സ്ട്രെയിറ്റ് ചെയ്യുന്നവരുണ്ട്, വേരിയബിൾ ഉദ്ദേശിച്ചത് സ്ട്രെയിറ്റും, കണ്ടോ? ഇതാണ് വേരിയബിൾ. മിക്സഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അൺസ്ലാൻഡഡ് അതായത് മേളിലോട്ടേക്ക് സ്ലോപ്പ് രീതിയിൽ ചെയ്യുന്നവരുണ്ട്. ഡൗൺ സ്ലാൻഡ് സ്ലോപ്പ് താഴോട്ട് ഇപ്പം ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. കോൺവെക്സ് ഉദ്ദേശിക്കുന്ന കെർവ്ഡ് ആണ്, കണ്ടോ? ബോൾ, കണ്ടോ? അലൈൻമെന്റ് എങ്ങനെയാ? ഇങ്ങനെയാണ് അല്ലെ? അത് സ്റ്റെപ്പ് അപ്പ്, ഇതാണ് സ്റ്റെപ്പ് അപ്പ് മോഡൽ. ഇതൊക്കെ ടൈപ്പ് ഓഫ് അലൈൻമെന്റ് ആണ്. അടുത്ത സ്റ്റെപ്പ് ഡൗൺ, നേരെ താഴോട്ടേക്ക്. ഓക്കെ, ഇത്രയാണ് ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാനുള്ളത്. ഇൻഡിവിജ്വൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.